വാർത്തകളിലേക്ക്. ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവന്റെ അനധികൃത സ്ഥാനക്കയറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് NITയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തും. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഇന്ന് എപ്പോഴത്തേക്കാണ് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധ സമരം ഉണ്ടാവുക? അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മറ്റ് സംഘടനകളെല്ലാം ഈ ഒരു പ്രതിഷേധം തുടങ്ങി വെച്ചിരുന്നു. SFI അടക്കം DYFI അടക്കം ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ഥാനക്കയറ്റം നടന്നിട്ടുണ്ട്, അതിനൊരു ഉത്തരവ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് വന്നതിന് പിന്നാലെ നേരത്തെ തന്നെ സംഘടനകളടക്കം വിവിധ സംഘടനകൾ പ്രതിഷേധം തുടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തുന്നു. ഇനിയിപ്പോൾ മറ്റ് സംഘടനകൾക്കും കൂടി ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവരുടേതായിട്ടുള്ള പ്രതിഷേധ സമരങ്ങളിലേക്കൊക്കെ കടക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം, അല്ലേ? തീർച്ചയായും കാളിദാസ്, ഈ ഷൈജ ആണ്ടവന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം വലിയ രീതിയിൽ ആർത്തിരമ്പുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ DYFIയുടെയും അതുപോലെ തന്നെ SFIയുടെയും KSUടെയും പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ NIT ആസ്ഥാനത്തേക്ക് നടന്നിരുന്നു. പക്ഷെ KSU നടത്തിയ പ്രതിഷേധം വലിയ രീതിയിൽ അതൊരു വലിയൊരു സംഘർഷത്തിലേക്കാണ് കലാശിച്ചത് എന്നുള്ളത് തന്നെയാണ്. KSUവിൽ അംഗബലം കുറവായിട്ടുണ്ടെങ്കിൽ പോലും അത് പിന്നീട് വലിയ ഒരു സംഘർഷത്തിലേക്കാണ് എത്തിയത്. ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച്, അതുമാത്രമല്ല പോലീസുകാർ അസഭ്യം പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസുകാർ ഇത്തരത്തിൽ KSU പ്രവർത്തകരെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സംഘർഷം പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും ഈ NIT ക്യാമ്പസ് ഈ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം തടയുകയാണ് KSUവിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് KSU പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഗോഡ്സെയുടെ ആളാണെന്നോ ചോദിച്ചുകൊണ്ടായിരുന്നു പോലീസുകാരോട് ഈ കയർത്തിരുന്നത്. KSU പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗോഡ്സെയുടെ ആളാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോലീസുകാരോട് കയർത്തത്. പിന്നീട് പോലീസുകാർ തന്നെ ഇതിൽ വലിയ രീതിയിൽ ഈ ഒരു ക്രോശത്തോടു കൂടി തന്നെയാണ് പിന്നീട് പോലീസുകാരും ഈ പ്രവർത്തകരോട് പെരുമാറിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരെ എല്ലാവരും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും പിന്നീട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി അവിടേക്ക് രാഘവൻ MPയും അതുപോലെ തന്നെ അഭിജിത്ത് ഉൾപ്പെടെയുള്ള KSUവിന്റെ നേതാക്കൾ ഉൾപ്പെടെ എത്തുകയും പിന്നീട് കുത്തിയിരുന്ന് സമരം നടത്തുകയും പിന്നീട് ഈ രാഘവൻ MP തന്നെ ഈ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ പോലീസിലേക്ക് കൊണ്ടുപോയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രാഘവൻ MPയുടെയും അതുപോലെ തന്നെ അഭിജിത്തിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ NIT ആസ്ഥാനത്തും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് തന്നെയാണ്. കൂടാതെ SFIന്റെ നേതൃത്വത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ NIT ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടന്നിരുന്നു. കൂടാതെ DYFIയുടെ നേതൃത്വത്തിലും NIT ആസ്ഥാനത്തിലേക്ക് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഒരു സമാധാനപരമായ രീതിയിൽ തന്നെയായിരുന്നു പ്രതിഷേധ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 10 മണിയോടുകൂടി ഈ സമരപരിപാടികൾ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് ഈ VT സൂരജ് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെയുള്ള ആളുകളും ഈ സമരപരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാളിദാസ്, പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കാരണം സ്ഥാനക്കയറ്റം, ഇപ്പോൾ ഈ ഒരു സ്ഥാനക്കയറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു വകുപ്പ് മേധാവി പോലും ആകാതെയുള്ള, അല്ലെങ്കിൽ ഇതുവരെ വകുപ്പ് മേധാവി പോലും ആയിട്ടില്ലാത്ത ഷൈജ ആണ്ടവനാണ് ഇത്തരത്തിലൊരു ഡീനായിട്ടുള്ള നിയമനം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു അന്വേഷണം ഉന്നത തലത്തിൽ നിന്നും തന്നെ, ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ നിന്നല്ലേ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിട്ട് വേണ്ടതാണ്. അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം പോലും NIT അധികൃതർ പോലും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? തീർച്ചയായും കാളിദാസ്, പ്രധാനമായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം NITയിലെ ഒരു പ്രൊഫസർ മാത്രമാണ് ഷൈജ ആണ്ടവൻ. ഇതുവരെയായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പോലും ഷൈജ ആണ്ടവൻ ആയിട്ടില്ല എന്നുള്ളതും അതും വലിയൊരു ചോദ്യം തന്നെയാണ്. എങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പോലും ആവാത്തൊരു വ്യക്തി എങ്ങനെ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തി, ഒരു ഡീനിന്റെ സ്ഥാനത്തെത്തി എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഉയരുന്ന മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
ഒരു രാഷ്ട്രീയ കളി, ഇതിനകത്തൊരു വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതും അത്തരത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെയായിട്ടും NIT അധികൃതരുടെ ഭാഗത്ത് നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് 12 മണിക്ക് NIT അധികൃതർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഇവരുടെ പ്രതികരണം എന്താകും എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്ന് തന്നെയാണ് പ്രവർത്തകരടക്കം. അതായത് നമുക്കറിയാം നിരവധി പല വിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളും കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഈ ഒരു വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായും ഈ NIT അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം എന്താണ് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപികയുടെ ഒഴിവിലേക്കാണ് ഷൈജ ആണ്ടവനെ നിയമിച്ചിരിക്കുന്നത്. അതും 2 വർഷത്തേക്കാണ് നിലവിൽ ഷൈജ ആണ്ടവനെ ഇത്തരത്തിലൊരു പോസ്റ്റിലേക്ക് നിയമിച്ചിരിക്കുന്നത്. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് കാളിദാസ്. തീർച്ചയായും അഭിന, എന്നിരുന്നാലും ഇന്ന് 10 മണിക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് NITയിലേക്ക്. അതോടൊപ്പം തന്നെ 12 മണിയോടുകൂടി NIT അധികൃതരും ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു വിവാദത്തിൽ അവർ പ്രതികരിക്കും. NIT അധികൃതരുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം എത്തരത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വകുപ്പ് മേധാവി പോലും ആയിട്ടില്ലാത്ത ഒരു പ്രൊഫസറെ സീനിയോറിറ്റി പോലും മറികടന്ന് ഒരു ഡീൻ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു നിയമന ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതായിരിക്കും പ്രധാനമായും ഇന്ന് NIT അധികൃതർ പറയുക. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകി.